ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു തക്കാളി മോരുകറിയാണ്. അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്നൊന്ന് ചിന്തിക്കാം. ഇവിടെ യോഹന്നാൻ 6:38 ഇപ്രകാരം പറയുന്നു. യേശു തമ്പുരാൻ തന്നെ പറയുന്നതാണ്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ കർത്താവ് ഇവിടെ ജനങ്ങളോട് പറയുകയാണ്, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഈ പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിലെ യാഗമാക്കി പിതാവ് തീർത്തത്. മനുഷ്യനെ, മാനവരാശിയുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയിട്ട്, നിത്യത അവകാശമായി ലഭിപ്പാൻ വേണ്ടിയിട്ട് എന്നും കർത്താവിനോട്, നമ്മൾ മരിച്ചാലും ജീവിച്ചാലും കർത്താവിനോട് കൂടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണത് വരുന്ന. കർത്താവിനെ സ്വീകരിക്കുന്നവർ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ നിത്യത പ്രാപിപ്പാനൊക്കെ വേണം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യണമെന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ അവർ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരികയും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ. ഇനി നമ്മുടെ ഈ തക്കാളി മോരുകറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം. കുറച്ച് തക്കാളി, ഇച്ചിരി ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നു തന്നെ. ഒരു പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പിന്നെ തേങ്ങ അരയ്ക്കും അങ്ങനെ ഒന്നും വേണ്ട, വളരെ രുചിയാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കാണ്ട് പെട്ടെന്ന്, ഇപ്പോൾ ആരെങ്കിലും ഓടി വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ചാറുകറി ഇല്ലെങ്കിൽ വേഗം ഞാൻ ചെയ്യുന്ന പണികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ കൂടെ തന്നെ ഒരു അല്പം ജീരകം, പിന്നെ അല്പം കടുക്, ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നു. അപ്പോൾ അതിലേക്ക് 2-3 മുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം അത് നന്നായിട്ടൊന്നങ്ങ് വഴന്നാൽ മതി. ഇപ്പം എല്ലാം ഒന്ന് വഴന്ന്, ഒരുപാട് മൂത്ത് പോവുകയും വേണ്ട, നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഉള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണം തക്കാളി. നീങ്ങിയിരിക്കും. ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അത് ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാത്. അതിൽ 3-4-5 മിനിറ്റ് കൊണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തൈര് ഞാൻ ഉടച്ചു വെച്ചിരിക്കുന്ന അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഉടച്ച് കൊടുക്കുക. ഇത് പയ്യെ ഒന്ന്, ഒരുപാട് തിളയ്ക്കണ്ട. ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് തിളയ്ക്കരുത്. അപ്പോൾ ഇത് പയ്യെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതൊരു ശകലം ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്തത്, ഇത് ജീരകം വറുത്ത് പൊടിച്ചത്, ഇതിട്ട് കൊടുത്താൽ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നമ്മുടെ രുചികരമായ മോരുകറി റെഡി. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ അരിയണോടെ കൂടി 10 മിനിറ്റ് മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന എളുപ്പത്തിലുള്ളൊരു കറി. ഇപ്പം ഇത് ഉപ്പ്, എരിവ്, പുളി ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കൂടെ ക്രമീകരിക്കാനായിട്ടൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള തക്കാളി മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അത്
ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ കാണാം, ഇല്ലെങ്കിലും ഇല്ലാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ഇനിയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി.